ഇന്ന് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും 3 പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ട് കുറച്ച് പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ച് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. നല്ല കുഞ്ഞായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിൽ വലുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് വറുത്തെടുത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് ഇതിനെ പൊടിച്ചെടുക്കുവാണ്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ആ സെയിം ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഡ്രൈ ചില്ലിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പൊടിച്ചൊരിക്കുന്ന ഇഞ്ചിയും അതുപോലെ പുളിവെള്ളവും കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി.